മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് സാൻഡ്ര. എൻ്റെ പേര് ഷില്ലു. ഞാൻ പ്രൊഫഷണലി ഒരു സോഷ്യൽ മീഡിയ മാനേജറാണ്. ഞാനൊരു സുംബ ട്രെയിനറാണ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സാണ്. നമ്മളൊരു കോമൺ ഫ്രണ്ട് വഴിയാണ് പരസ്പരം പരിചയപ്പെടുന്നത്. ആ കോമൺ ഫ്രണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉള്ള അറിവാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. പക്ഷേ കണ്ടിട്ടില്ല. ജസ്റ്റ് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തെറ്റിദ്ധാരണയുടെ സത്യം മറ്റേ പീക്കിൽ നിന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. സാൻഡ്ര ഫസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സൂംബ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം സാൻഡ്രയ്ക്ക് വേറൊരു ജോബ് കിട്ടിയപ്പോഴത്തേക്കും അവിടത്തേക്ക് സൂംബ ട്രെയിനറിനെ ആവശ്യമായിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഷില്ലു ഒരു ഡാൻസർ ആണെന്ന് എനിക്കറിയാം. പ്രോഗ്രാമൊക്കെ ആ ആൾ പോയി കാണാറുണ്ട് എന്നൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്ക് പിന്നെ ആക്ച്വലി ഞങ്ങൾ നെയ്ബേഴ്സും കൂടെയാണ്. ആ ഫ്രണ്ട് ഇവർ നെയ്ബേഴ്സാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എനിക്ക് ജസ്റ്റ് ഡാൻസർ ആണെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അറിയായിരുന്നത്. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു സൂംബ പഠിപ്പിക്കണം, ഞാൻ അവിടുന്ന് മാറാണ്, അപ്പം എനിക്ക് പകരം ഒന്ന് പോവാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അന്നൊരു ദിവസം, ഇപ്പം ആദ്യത്തെ ദിവസം വന്ന് അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നു. അന്ന് മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും പോയി. പിന്നെയും 1 ഇയർ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ച ആളാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് എവിടെയോ ഡ്രോപ്പായി. പിന്നെ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നപ്പം ഞാൻ ഫസ്റ്റ് ഷില്ലുവിനെയാണ് വിളിച്ചത്. ഓക്കെ, എനിക്കിങ്ങനെ എൻ്റെ ഡാൻസ് കണ്ടിന്യൂ ചെയ്യണം, എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഫ്രണ്ട്സ് ആവുന്നതിന് മുമ്പ് ആക്ച്വലി എൻ്റെ ഡാൻസ് ഗുരുവാണ് ഷില്ലു. ഞങ്ങൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഒരു 2-3 ഇയേഴ്സ് എന്നെക്കാളും മുതിർന്ന ഒരാളാണ്. പക്ഷേ എന്നാലും ഒരു ഫ്രണ്ട് എന്ന സ്ഥാനത്തിനേക്കാളും ആദ്യം എൻ്റെ ഗുരുവായിട്ടാണ് ഷില്ലു ഉണ്ടായിരുന്നത്. ആക്ച്വലി ഫസ്റ്റ് എനിക്ക് എന്താണ് സാൻഡ്രനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടുള്ള അറിവേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ജാടയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ പറ്റി എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന അങ്ങനെയാണ്. ഞാൻ അത് എനിക്കും ഉണ്ട്. ഷില്ലുവിനെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഫസ്റ്റ് സൂംബയിലോട്ട് വരുന്നത് തന്നെ സാൻഡ്ര വഴിയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സൂംബയിലോട്ട് വരത്തേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതിലോട്ട് വന്നതിന് ശേഷമാണ് ഇപ്പം ലൈസൻസ്ഡ് ആയത്. അപ്പം അതിന് സാൻഡ്രയോട് എനിക്ക് ബിഗ് താങ്ക്സ് പറയാനുണ്ട്. പക്ഷേ ഷില്ലുവിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ എന്താണ് ഫസ്റ്റ് എന്നെ സൂംബയ്ക്ക് വേണ്ടി വിളിച്ചു. അതിനുശേഷം ഞങ്ങൾ 1-2 തവണയൊക്കെ മെസ്സേജ് അയച്ചു. പിന്നെ വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞല്ലേ, ഒരു വർഷം കഴിഞ്ഞ് അതിനുശേഷമാണ് എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ ഡാൻസ് പഠിക്കണം എന്നുള്ള പറയുന്നത്. ജനുവരി സമയത്ത് ഈ വർഷം തുടക്കമാണ് ഷില്ലു വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വിഷു ടൈമിന് വഞ്ചിയൂരോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഇതിനിടയിൽ നമ്മള് ശ്രീശങ്കര വിദ്യാപീഠത്തിൽ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. ആക്ച്വലി അതിനാണ് കുറച്ചും കൂടി നമ്മൾ ഒന്ന് കണക്ട് ആവുന്നത്. നല്ല രീതിക്ക് പ്രോഗ്രാം ചെയ്ത് ഒരു അടിപൊളി എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ്. കാര്യം വൈദേഹിയുടെ ഫസ്റ്റ് പ്രോഗ്രാം ശ്രീശങ്കരയിലായിരുന്നു. ശരിക്കും വൈദേഹി പേര് ഷില്ലു ആണ്, ഷില്ലുവിന്റെ അക്കാഡമിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ആക്ച്വലി എനിക്കൊരു ഡാൻസ് സ്കൂൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര റെയർ ആയിട്ട് നിൽക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഈ നൃത്യ നാട്യ അങ്ങനെയൊക്കെ ഉള്ള രീതിക്കാണ് എല്ലാവരും ഇടുന്നത്. അപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരാണ്ട് ഇതുവരെ ആരും കാണാത്ത രീതി, കേൾക്കാത്ത രീതിക്കുള്ള ഒരു പേര്, സീതാദേവിയുടെ പേരാണ് വൈദേഹി എന്ന് പറയുന്നത്. എൻ്റെ 1-2 ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ ആ സമയത്ത് പേരിടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നൊക്കെ. അപ്പം പല പേരുകളൊക്കെ കിട്ടി. പക്ഷെ എൻ്റെ ഒരു കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തത് വൈദേഹി എന്നാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് കോളേജിൽ ഒരു പ്രോഗ്രാം ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രോഗ്രാം കമ്മിറ്റീനായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഷില്ലുവിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഓക്കെ പ്രോഗ്രാം ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം ഞാനും അവിടെ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാൻഡ്ര ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും നല്ലൊരു ആഗ്രഹമായിരുന്നു അവിടെ പ്രോഗ്രാം ചെയ്യാൻ. ഞങ്ങൾ 3 പേര് അറിയാം, ഞാൻ ദേവു ചേച്ചി ഷില്ലു 3 പേര് ചെയ്യാമെന്ന് വിചാരിച്ചൊരു പ്രോഗ്രാമാണ്. അന്ന് ഞാൻ ദേവു ചേച്ചിയെ കണ്ടിട്ടില്ല അതുവരെ. അന്നാണ് ഞാനും ദേവു ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചെയ്യാനിരുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ എന്തൊക്കെയൊക്കെയോ ഇഷ്യൂസ് ഓഫീസിൽ പോകണം, അങ്ങനെ കുറച്ച് ലീവ് കിട്ടിയിട്ടില്ല. അപ്പൊ അത് അങ്ങനെ വന്നപ്പോഴാണ്
തനു, നവനീത്, സാൻഡ്രയും കൂടെ ചെയ്യേണ്ടി വരും. മഹേഷുമായിട്ട് ഞങ്ങള് 4 പേരുമായിട്ട് അങ്ങനെ. പക്ഷെ അതിന്റെ നമ്മുടെ മറ്റേ എന്തോ കോർഡിനേറ്റർ ആയിട്ട് ഷില്ലു ഒരു ബാഗൊക്കെ ആയിട്ട് പിള്ളേർക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞ ഷില്ലു ഞങ്ങളുടെ കോർഡിനേറ്റർ ആയിട്ട് അന്ന് ഷില്ലു ആണ് വന്നത്. അങ്ങനെ നമ്മള് ആ ഒരു ഫ്രണ്ട്സായി. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കംഫർട്ട് സോൺ വേണം, എങ്കിലേ ഞാൻ ഒരാളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവത്തുള്ളൂ. അറ്റാച്ച്ഡ് ആവാൻ എനിക്ക് കുറച്ച് ടൈം വേണം. മുമ്പത്തെ ചില നല്ല നല്ല പാഠങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യുന്നത് അതിനുശേഷം ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അവരെ അസസ് ചെയ്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഓപ്പൺ ആയിട്ട് പറയാം. എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ ഒരാളിൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുമ്പോഴത്തേക്കും ആ ആളിനെ നമുക്ക് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ. പിന്നെ നമ്മുടെ സ്വഭാവം ഏതാണ്ട് ഒരു 80% ഒരേ കണക്കാണ്. ഒരേ ഭ്രാന്ത്, ഒരേ ആഗ്രഹങ്ങള്, ഒരേ ചിന്താഗതി, ഒരേ തോട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളിനെ കിട്ടുന്ന കുറച്ച് റയറാണ്. ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്താണ് ആലോചിച്ച് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്യണം. കാരണം ഇപ്പം സാൻഡ്ര പറഞ്ഞ പോലെ തന്നെ എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പാസ്റ്റിൽ. എന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ സിൻസിയറായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ച് ഒരുമാതിരി ബാക്കിൽ നിന്ന് കുത്തുന്ന രീതിക്ക് ഉള്ള ഒരു 2-3 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന് ഇപ്പം എനിക്കാണെങ്കിൽ പോലും വിരലിലുണ്ടാവുന്ന ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അതിൽ സാൻഡ്രയുണ്ട്, ദേവുണ്ട്. അപ്പൊ ഇവരൊക്കെ മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. അല്ലാണ്ട് കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കൂടുതൽ ലൈഫിൽ പാഠം പഠിക്കാൻ പറ്റിയത് ഫ്രണ്ട്സിനെ കൊണ്ടാണ്. ഫ്രണ്ട്സ് ആണ് കൂടുതലും ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു തന്നത്. അതിനൊരു ബിഗ് താങ്ക്സ് ഉണ്ട് എല്ലാരടുത്തും. നമ്മള് മറ്റേ എന്താണ് അവർക്ക് മുകളിൽ പോവാൻ പാടില്ല, നമ്മളെ ലൈഫില് സക്സസ് ആവാൻ പാടില്ല. അവര് നമ്മുടെ അടുത്ത് അങ്ങനെ കാണിച്ചോണ്ടായിരിക്കും നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇല്ലാന്നെങ്കിൽ ചിലപ്പോ നമ്മൾ അവരുടെ ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും അവരുടെ ആ ഒരു സർക്കിളിൽ നിന്ന് നമ്മൾ നമ്മൾ അതുകൊണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ 1 ഇയർ കഴിഞ്ഞു. ഞങ്ങള് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുമ്പം ഇപ്പം വൈദേഹി ശരിക്കും ഞാൻ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പം 4th സ്റ്റെപ്പിലോട്ട് ഞങ്ങൾ കടക്കാൻ പോവാണ്. അപ്പം 3rd സ്റ്റെപ്പ് വരെ ഷില്ലു ഒറ്റയ്ക്കായിരുന്നു. 4th സ്റ്റെപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും ഞാനും കൂടിയിട്ട് വൈദേഹിനെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരുവാണ്. നമ്മള് ആ ഒരു ടോക്ക് വന്നെന്തെന്ന് വെച്ചാ ഭയങ്കര ആഗ്രഹം മാത്രല്ല ആ ഒരു ടോക്ക് രണ്ടുപേർക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റിയില്ല. എന്തോ ഒരു നടുക്കൊരു തടസ്സം ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടാണ് എനിക്ക്. ഓക്കെ, ഷില്ലുവിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം 2 പേർക്കും കുഞ്ഞിലെ മുതലേ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ, ഡാൻസ് ആഗ്രഹമുള്ള ആൾക്കാർ. അപ്പം അത് എനിക്ക് സ്വതന്ത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എനിക്ക് വേണമെന്ന് ഞാൻ കുഞ്ഞിലെ മുതലേ ആഗ്രഹിക്കുന്നതാണ്. ഡാൻസ് ഒക്കെ കളിച്ച് ഇടയ്ക്കെപ്പോഴോ അതൊക്കെ കയ്യിൽ നിന്ന് പോയി പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു, ഒരു ഡാൻസ് ഫ്ലോർ വേണമെന്ന്. എനിക്ക് എന്താണ് ഇപ്പൊ ഈ ഒരു ഇതിൽ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആറ്റിങ്ങലില് ഒരു അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു സ്റ്റുഡിയോ ആയിട്ട് തന്നെ തുടങ്ങണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് സ്വന്തം പൈസയ്ക്ക് എല്ലാം ചെയ്യണമെന്ന്. പക്ഷെ അതിന് കുറേ വർഷം എടുക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു ടൈമിലാണ് ഇതിലാണ് സാൻഡ്ര എനിക്കിങ്ങനെ മെസ്സേജ് ഇടുന്നത്. ഇനോഗ്രേഷൻ ഞാൻ അയച്ചു കൊടുത്തപ്പോ ഷില്ലു പറഞ്ഞു എനിക്കും ഇതുപോലെ കിളിമാനൂർ എവിടെയെങ്കിലും, ഷില്ലുവിന് അടുത്ത കിളിമാനൂരല്ല എനിക്കും ഇതുപോലൊരു ഡാൻസ് ഫ്ലോർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇനി അത് എത്ര വർഷം, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്തായാലും 2 പേർക്കും ആ ഒരു സ്വപ്നം എത്തണമെങ്കിൽ എത്തും, 2 പേർക്ക് എത്താൻ പറ്റും. പക്ഷെ എന്നാലും നല്ല ടൈം എടുക്കും. അപ്പം ഓക്കെ, ഷില്ലുവിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്താൽ എനിക്കും ഓക്കെ ആണ് എന്നുള്ളത് എനിക്കിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നില്ലാണ്ട് ഞാൻ ഒരു മനുഷ്യരുടെ അടുത്തും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ആക്സിഡന്റലി ആ ഫ്ലോർ കാണാനായിട്ട് അത് ഫ്ലോർ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന നെസ്റ്റ മീഡിയയിലാണ്. അപ്പോൾ ഇതിപ്പം നെസ്റ്റ മീഡിയയുടെ ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം ആക്ച്വലി ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ കണക്ക് എൻ്റെ വർക്കിലെ കംഫർട്ട് സോണാണിത്. അപ്പം ഞാനെല്ലാം ഇവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം എന്തോ ആക്സിഡൻ്റലി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നെസ്റ്റ ഹാൻഡ്ലൂംസിൻ്റെ
മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഇപ്പം മഹിയാണ് നെസ്റ്റ ഹാൻഡ്ലൂംസ് നടത്തുന്നത്. മഹി എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ അത് യൂസ് ചെയ്യും. ഇടയ്ക്ക് എന്തോ എൻ്റെ ഒരു ഡാൻസിൻ്റെ എന്തോ ഒരു കാര്യം പറഞ്ഞു തന്നപ്പോഴാണ് മഹി ജസ്റ്റ് ആ ടോക്കിൽ പറഞ്ഞു പോയതാണ്, ഇങ്ങനെ സ്പേസ് ഉണ്ട്, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ അവിടെ ചെയ്തോ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ നമ്മളിങ്ങനെ 1-2 സ്പേസസ് ഇങ്ങനെ മൈൻഡിൽ കൂടെ പോയെങ്കിലും ലാസ്റ്റ് വന്ന് നിന്നത് മഹിയുടെ ആയിരുന്നു. ഞാൻ പറഞ്ഞിങ്ങനെ മഹി ഒരു സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് ജസ്റ്റ് അത് പോയി കാണാം. അങ്ങനെ നമ്മൾ ഒരു ദിവസം പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വേറെ സ്ഥലങ്ങളൊന്നും പോയി നോക്കിയില്ല, ജസ്റ്റ് ഇങ്ങനെ 1-2 സ്ഥലങ്ങൾ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നടുത്തൊരു സ്ഥലമുണ്ട് എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവിടെ ഇട്ടാൽ എന്ത് ബെനിഫിറ്റ് എന്നൊക്കെ ഒരു ആലോചന വന്നെങ്കിലും അതൊന്നും നമ്മൾ പോയി കണ്ടില്ല. നമ്മൾ ഫസ്റ്റ് പോകുന്ന ഫ്ലോറ് നെസ്റ്റ ഹാൻഡ്ലൂംസിന്റെ മുകളിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലമാണ്. അതെ, നമുക്ക് എന്തായി തീരുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓപ്പോസിറ്റ് തന്നെ ഒരു ഡാൻസ് സ്കൂൾ ഉണ്ട്, ആ റോഡിലെ ഡാൻസ് സ്കൂൾസ് ഉണ്ട്, ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സൂംബ ഉണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ ബാക്കിൽ വേറെ സൂംബ ക്ലാസ് ഉണ്ട്. ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പോ പോയിട്ട് പുതുതായിട്ട് വൈദേഹി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എങ്കിലും ഹോപ്പ്ഫുള്ളി നന്നായിട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെയും പ്രതീക്ഷ. വീട്ടിലും വലിയ എതിർപ്പൊന്നും ആർക്കും ഇല്ലായിരുന്നു. കാര്യം എന്നെ നന്നായിട്ട് ഷില്ലുവിന്റെ വീട്ടിലറിയാം, ഷില്ലുവിനെ നന്നായിട്ട് എൻ്റെ വീട്ടിലറിയാം. ഈ ഒരു 1 ഇയറിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ആ ഒരു 1 ഇയറിൽ ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഫാമിലിയായിട്ട് ഞാൻ ഇത്രയും കണക്റ്റഡ് ആയിട്ടില്ല ഈ 1 ഇയർ കൊണ്ടൊന്നും. കാര്യം ഷില്ലുവിന്റെ വീട്ടിലാണ് ഞങ്ങൾ മേക്കപ്പിനൊക്കെ പോകുന്നത്. അപ്പം ഷില്ലുവിന്റെ വീട്ടിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് കൂടുന്നത്. ഡാൻസ് പഠിക്കാനാണെങ്കിലും അവിടെയല്ലേ വീട്ടിലല്ലേ പൊക്കൊണ്ടിരുന്നത്. അപ്പോഴും എന്നെ അവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഷില്ലു ഇടയ്ക്ക് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ആ കാര്യം 2 ദിവസത്തേക്ക് ജിമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു. ജിമ്മിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് എൻ്റെ അമ്മയുടെ അടുത്ത്. അതെ, കുറച്ചുകൂടെ ക്ലോസ് ആയി ഞങ്ങള്. അപ്പം പിന്നെ അവിടെയും പ്രശ്നമില്ല. ഷില്ലുവിൻ്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും എന്നെ നന്നായിട്ട് അറിയാം. ചില സമയത്ത് അവിടെ പോയിട്ട് കുറേ നേരം ഇങ്ങനെ അട്ടിപ്പേറായിട്ട് അങ്ങനെ അറിയാം. ഇപ്പൊ ആണെങ്കിൽ ഷില്ലുവും വീട്ടിൽ വന്നിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾ പോകുന്നത്. സ്ഥിരം അവിടെ തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചെയ്യുമ്പം അത്ര വലിയ ചലഞ്ചിങ് ഒന്നും അല്ലായിരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒക്കെ അവര് 2 ഫാമിലീസും നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇതുവരെ നമുക്ക് ഒരു വിഷമങ്ങളുണ്ടല്ലോ. ഒബ്വിയസ്ലി ഒന്നാമത്തെ ഡിപ്രഷന്റെ ആൻസൈറ്റിയുടെയും പീക്കുള്ള 2 പേരായതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോഴത്തേക്ക്. അപ്പം വീട്ടിൽ പോയിട്ട് രാത്രി അമ്മേനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെയാണ്. നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലീസ്, പിന്നെ പ്രൊഫഷണലി ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ ക്ലോസ് ആണ്. അപ്പം ഇപ്പം തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കരിയറിന്റെ ഒരു ബെറ്റർ, എല്ലാം പോസിറ്റീവ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന വേറെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. നമ്മൾ ഉയരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വരുന്ന ചില നെഗറ്റീവ്സേ ഉള്ളൂ. അത് നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നെഗറ്റീവ്സ് വന്ന് നമ്മൾ ആക്ച്വലി ഇത് സീക്രട്ടായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഇത് ലീക്ക് ആയിട്ടുണ്ട്. ഇതുവരെയും സീക്രട്ട് ആയിരുന്നു. ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പോലും ദേവു ചേച്ചിക്ക് അറിയത്തുള്ളൂ. ദേവുന് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ഫ്രണ്ട്സിനൊന്നും വലിയ തോതി അറിയത്തില്ല. പക്ഷേ എന്താണ്, ഏതൊക്കെയോ വഴി മറ്റേ ചോർത്തൽ ഉണ്ട് എന്നുള്ളൊരു തോന്നലല്ല, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മളത് എടുക്കുന്നില്ല, നമ്മളത് അങ്ങനെ അങ്ങ് കളഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടും ഞങ്ങളോടും വിരോധമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും കുഴപ്പമില്ല, നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല, മൈൻഡ് ആക്കത്തില്ല. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തതാണ് തട്ടിക്കൂട്ട് പരിപാടി വേണ്ട. അത് ആദ്യം നമ്മളെടുത്ത തീരുമാനമാണ്. എത്ര പൈസ മുടക്കിയാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും തട്ടിക്കൂട്ടി ഒന്നും ചെയ്യണ്ട. നമ്മൾ നമ്മുടെ ആ ഒരു ഡ്രീമിനെയാണ് എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു എല്ലാരും സാധാരണ ചെയ്യുന്നത് ചെറുതിന്ന് തുടങ്ങി വലുതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഇനി അതിനുള്ള ടൈം ഉണ്ടായില്ലെങ്കിലോ. ഞാൻ ചെറുതെന്ന് തുടങ്ങിയത്. ഓക്കെ, ഞാൻ അതിന്റെ പാർട്ടായി മാറുക ചെയ്തത്. ഓക്കെ, അത് ശരിയാണ്. സാധാരണ കണ്ടുവരുന്നത് ഡാൻസ് അക്കാഡമി, ഡാൻസ് സ്കൂൾ, ചെറിയൊരു ഫ്ലോറിൽ അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഒരു ഡാൻസ്.
ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ ട്രിവാൻഡ്രത്തോട്ടൊക്കെ ഉണ്ട്. പക്ഷെ സാറ്റർഡേ സൺഡേ മാത്രമല്ലേ പോയിട്ട് നമുക്ക് ചെയ്തിട്ടൊക്കെ തിരിച്ചു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആറ്റിങ്ങൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൂടാ എന്നുള്ളത് വെച്ചിട്ട് അക്കാഡമിയിൽ നിന്ന് മാറി നമ്മളൊരു സ്റ്റുഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഡാൻസേഴ്സിനും നോൺ ഡാൻസേഴ്സിനും ഒക്കെ വരാം, വീഡിയോസ് എടുക്കാം, റീൽസ് എടുക്കാം, അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ടൈപ്സ് ഉണ്ട്. ഇപ്പം പണ്ട് മുതൽക്കുള്ള ക്ലാസിക്കൽ ഡാൻസ് വെച്ചിട്ട് ഇപ്പം ഫേമസ് ആയിക്കൊണ്ടുള്ള പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള K-pop വരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാത്രമല്ല, നമ്മൾ സാറ്റർഡേ സൺഡേസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് ആൻഡ് ഈവനിങ് സുംബ സെഷൻസ് ഉണ്ട്. അത് നമ്മൾ ഒരു 2-3 months വരെ നമ്മൾ മാറി മാറി എടുക്കും, അവൈലബിൾ അനുസരിച്ച് എടുക്കും. ഷില്ലു ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും. സാറ്റർഡേ സൺഡേ ഷില്ലു വരും. അതുപോലെ ഒരുപാട് ഡാൻസ് വർക്ക്ഷോപ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ടുണ്ട്. നോർമലി സൂംബ ട്രയൽസ്, ഫ്രീ ട്രയൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്ലോർ വിസിറ്റ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓവറായിട്ട് ഒന്നും തന്നെ ഞങ്ങൾ അതിൻ്റെ ചെയ്തിട്ടില്ല. റിനോവേഷൻ ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്നതൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താണ് ദൈവമേ ഇത്രയൊക്കെ നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്രയാവും എന്നുള്ള രീതിക്ക്. പക്ഷേ അത്ര ആയില്ല, അതിനുള്ളിൽ തന്നെയാണ് നിന്നതും. അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, കൊറിയോ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള എന്ത് കാര്യം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാനുണ്ടെങ്കിലും ഓക്കെ, വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ആക്സസ് ചെയ്യാം. വൈദേഹിയുടെ വർക്കിംഗ് അവേഴ്സൊക്കെ ഞങ്ങൾ ഇനോഗ്രേഷന് ശേഷമാണ് ഒന്ന് ഓർഡർ ആവുള്ളൂ. കാര്യം നമ്മൾ ഗേൾസ് സ്കൂളിന്റെ അവിടെ നിന്ന് ചിറയൻകീഴ് റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നെസ്റ്റ ഹാൻഡ്ലൂംസിന്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന നെസ്റ്റ ഹാൻഡ്ലൂംസ് നിങ്ങൾക്ക് വൈദേഹിയുടെ ഇനോഗ്രേഷൻ വരെ നെസ്റ്റ ഹാൻഡ്ലൂംസിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ബിൽഡിങ്ങിന്റെ ആ മുകളിലത്തെ ഫ്ലോറിൽ തന്നെയാണ് നമുക്കുള്ളത്. ചിറയൻകീഴ് എന്നുള്ളവർക്ക് വർക്കല സൈഡ്, ആറ്റിങ്ങൽ, ആലങ്കോട് അങ്ങനെ ഒരു വൈഡ് ഏരിയക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് നമ്മുടെ വൈദേഹി റീസ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ന്യൂ ഫേസോടെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ചിലപ്പോൾ ഇനോഗ്രേഷന് മുന്നേ നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ that's all today. Stay tuned for the next video. Bye.